ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും ശ്ലോകം 1. പ്രാചേതസസ്തു ഭഗവന്നപരോ ഹി ദക്ഷസ്ത്വത്സേവനം വ്യഥിതസർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തദാലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിധ താം ച വധൂമസിഗ്നീം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ, പ്രചേതസ്സുകളുടെ പുത്രനായ മറ്റേ ദക്ഷനാകട്ടെ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിന്തിരുവടിയെ ഭജിച്ചു. അപ്പോൾ 8 കൈകളോടുകൂടി നിന്തിരുവടി പ്രത്യക്ഷപ്പെട്ടിട്ട് ദക്ഷന് ആഗ്രഹിച്ച വരവും അസിഗ്നി എന്ന ഭാര്യയെയും നൽകി. ബ്രഹ്മാവിന്റെ പുത്രനായ ഒരു ദക്ഷന്റെ കഥ മുൻപ് 16-ാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് 19-ാം ദശകത്തിൽ പ്രചേതസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷനെയും പറയുകയുണ്ടായി. ഇതിൽ രണ്ടാമത് പറഞ്ഞ പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷൻ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി തപസ്സു ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ ശംഖ്, ചക്രം, വാള്, പരിച, വില്ല്, അമ്പ്, പാശം, ഗദ എന്നീ ആയുധങ്ങൾ ധരിച്ച 8 കൈകളോടുകൂടി ദക്ഷന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പഞ്ചജൻ എന്ന പ്രജാപതിയുടെ മകളായ അസിഗ്നിയെ വിവാഹം ചെയ്ത് സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ ദക്ഷന് അനുഗ്രഹം നൽകുകയും ചെയ്തു.